ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് പ്രാർത്ഥനയാണ്. ജീവിതയാത്രയിൽ ദിനംതോറുമുള്ള പ്രശ്നങ്ങളിൽ കാലിടറാതെ മുന്നോട്ടേക്ക് നാം യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ നോട്ടം നമ്മിൽ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിലായിരിക്കരുത്, ദൈവത്തിലായിരുന്നു. ദൈവത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വലിയ വിടുതലുകൾ സംഭവിക്കുകയുള്ളൂ. നമുക്കറിയാം, പ്രാർത്ഥനയാൽ കാരാഗൃഹം തുറന്നു, ചങ്ങലകളെ അഴിച്ചു, പാതകളെ വിശാലമുള്ളതാക്കി തൻ്റെ ഭക്തന്മാരെ വിടുവിച്ചു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആവശ്യം നാം പ്രാർത്ഥിച്ച് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ നാം ഉപേക്ഷിക്കും. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം മുൻപിൽ നിബന്ധനകൾ വെച്ചുള്ള പ്രാർത്ഥനയാണ്. യാക്കോബിനെ നമുക്കറിയാം. അന്ധനായ പിതാവിനെ വഞ്ചിച്ച് ജ്യേഷ്ഠന് അവകാശപ്പെട്ട സമ്മാനങ്ങളൊക്കെ സ്ഥാനമാനങ്ങളും ഒക്കെ സ്വന്തമാക്കി സഹോദരനെയും പിതാവിനെയും ഭയന്ന് അമ്മാവിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന യാക്കോബ്. പോകുന്ന വഴിയിൽ യാക്കോബ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ 20-ാം വാക്യം. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യും എങ്കിൽ. 5 കാര്യങ്ങൾ യാക്കോബ് ദൈവത്തോട് നിബന്ധന വയ്ക്കുകയാണ്. ഈ 5 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ യാക്കോബ് പറയുന്നത്, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. അതെ, 5 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീ ചെയ്തു തന്നാൽ 2 കാര്യങ്ങൾ ഞാൻ നിനക്ക് ചെയ്യാം. ദൈവം നിബന്ധന പാലിച്ചാൽ 2 കാര്യം ചെയ്യാമെന്ന് ദൈവത്തോട് പറയുന്ന യാക്കോബ്. തീർച്ചയായിട്ടും ഇങ്ങനെ ആയിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. ഭാവിയെപ്പറ്റി ഭയവും ഉത്കണ്ഠയുമുള്ള യാക്കോബ് കൈക്കൂലി ഒരു തരത്തിൽ കൊടുക്കുകയാണ് ദൈവത്തിന്. എന്നിട്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ആ പ്രാർത്ഥനയിൽ. നാം പലരും ഇതേപോലെ തന്നെയാണ് ദൈവസന്നിധിയിലെ നിബന്ധനകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ രോഗമോ പ്രതിസന്ധികളോ മറ്റോ ഉണ്ടാകുമ്പോൾ, ദൈവമേ അവിടുന്ന് ഇത് പരിഹരിച്ചു തരുമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം, നേർച്ചകളും വഴിപാടുകളും ഒക്കെ നാം അർപ്പിക്കാനുള്ള വാഗ്ദാനവും ചെയ്യും. ഒരിക്കലും പ്രിയമുള്ളവരെ, ദൈവത്തെ വിലപേശി വാങ്ങുവാൻ നാം ശ്രമിക്കരുത്. വേദപുസ്തക ചരിത്രത്തിലേക്ക്, യാക്കോബിൻ്റെ ചരിത്രത്തിലേക്ക് വീണ്ടും നാം മടങ്ങി വരുമ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് തിരികെ വരികയാണ്. പല അനുഭവങ്ങളിൽ കൂടി യാക്കോബ് ഈ കാലം അത്രയും അനുഭവിച്ച് തീരുകയാണ്. അവസാനം സ്വദേശത്തേക്ക് മടങ്ങി വരികയാണ്. വീണ്ടും ആ പഴയ സ്ഥലത്തെത്തി, മുൻപ് പ്രാർത്ഥന നടത്തിയ സ്ഥലം. ഇപ്പോഴും താനൊരു പ്രതിസന്ധിയില്ല. എന്താ പ്രതിസന്ധി? ഭയപ്പെടുന്ന ഒരു സാഹചര്യം. താൻ വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് സഹോദരനെ നാളെ കാണുകയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആൾ. വീണ്ടും യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. 32-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമേ, അങ്ങ് ഈ ദാസനോട് കാണിച്ചിരിക്കുന്ന കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായാണ് ഞാൻ യോർദാൻ കടന്നത്. ഇപ്പോഴിതാ 2 കൂട്ടമായി വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥനയുടെ രീതി മാറുകയാണ്. ദൈവത്തിൻ്റെ സഹായവും ശക്തിയും അപേക്ഷിക്കുകയാണ് ഇവിടെ യാക്കോബ്.
എന്താ? സാഹചര്യത്തെ നേരിടാനുള്ള കരുത്ത് തരണമേ എന്നാ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ ഇല്ലാതാകണമെന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. അത് നടക്കാത്ത കാര്യങ്ങളാണ്. രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവയിൽ നിന്ന് ആരും മുക്തരല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്നാൽ ഇവയൊക്കെ നേരിടാനും തരണം ചെയ്യുവാനുമുള്ള കൃപയ്ക്കും ശക്തിക്കുമായി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമുക്കത് ദാനം ചെയ്യും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി നമുക്ക് മാറാം. ഒക്കെ നേരിടുവാനുള്ള ശക്തി തരേണ്ടതിനായി നമുക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാം. എന്നിട്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, യഹോവ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുന്നു. മരണവാസങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാം വിളിച്ചപേക്ഷിച്ചു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നിലവിളിക്കാം, സമർപ്പിച്ചു കൊടുക്കാം. ഈ പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.